എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KTH Jewelry, Silver, Gold and Diamond, KNS Building near Grameen Bank, Agambadam. മുൻ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിൽ ഇന്ധന കുടിശ്ശിക. നഗരസഭാ ബോർഡ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. പ്രതിപക്ഷം ബോർഡ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നഗരസഭാ ചെയർപേഴ്സന്റെ അഴിമതി ആരോപണം വസ്തുതാ വിരുദ്ധമെന്ന് തെളിഞ്ഞതായി LDF അംഗം PM ബഷീർ പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒളിച്ചോട്ടമാണ് ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കിന് കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും പറഞ്ഞു. ഇന്ന് നടന്ന ബോർഡ് യോഗത്തിലാണ് ഇരുപക്ഷവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായത്. മുൻ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനം അടിച്ച വകയിൽ 1,89,280 രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ കുടിശ്ശിക അടച്ചു തീർക്കാതെ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിൽ സഞ്ചരിക്കില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇമേജ് വർദ്ധിപ്പിക്കാനാണ് ഓട്ടോറിക്ഷയിൽ നഗരസഭാ ചെയർപേഴ്സൺ സഞ്ചരിച്ചതെന്നും ബഷീർ ആരോപിച്ചു. എന്നാൽ കുടിശ്ശിക ഇനത്തിൽ ഉണ്ടായിരുന്നത് 83,432 രൂപ മാത്രമാണെന്ന് ഇന്നത്തെ ബോർഡ് യോഗത്തിൽ വ്യക്തമായിരിക്കുകയാണ്. ഡിസംബർ 13 ശേഷം ഔദ്യോഗിക വാഹനത്തിന്റെ ഇന്ധനം അടിച്ച തുക സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത്. ഡിസംബർ 13 മുതൽ 26 വരെ ഇന്ധനം അടിച്ച വകയിൽ 20,734 രൂപ മാത്രമാണ് നൽകാനുള്ളതെന്ന് വിവരാവകാശ പ്രകാരം താൻ നൽകിയ ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി അതിന്റെ നിലവിലെ അവസ്ഥ കൗൺസിൽ ചർച്ച ചെയ്യാതെ ബിൽ അടയ്ക്കുന്നതിനുള്ള നടപടിയെടുക്കുകയും ബാക്കി തുക അടയ്ക്കാൻ സർക്കാരിലേക്ക് നിർദ്ദേശം നൽകിയതും താൻ ഉന്നയിച്ച അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണെന്നും ബഷീർ പറഞ്ഞു. മുൻ നഗരസഭാ ചെയർമാന്റെ ഇന്ധന അടിച്ച വകയിൽ 1,89,253 രൂപ കുടിശ്ശിക വന്നിട്ടുണ്ട്. കുറഞ്ഞ ഒരു 1.5 മാസത്തിനുള്ളിൽ ഇത്ര തുകക്ക് ഡീസൽ അടിക്കുമോ? അപ്പോ വേറെ ഏതെങ്കിലും വാഹനത്തിന് ഡീസൽ അടിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ തുക അനുവദിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ആ കാലം എത്രയും ഞാൻ ഓട്ടോറിക്ഷയിൽ പോകും എന്ന് ഈ നഗരസഭാ ചെയർപേഴ്സൺ പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല, പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ 24ഉം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ഈ മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ, നമ്മുടെ പ്രാദേശിക ദൃശ്യ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ തുക കാണിച്ചുകൊണ്ട് വലിയ വാർത്ത വന്നുകയുണ്ടായി. തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പ്രചരണം UDFന്റെ പ്രവർത്തകർ അടച്ചുവിട്ടു. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇന്നത്തെ ഒരു അജണ്ടയിൽ കഴിഞ്ഞ തവണ ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട് എന്ന് പ്രസ്താവിച്ച ഈ അജണ്ടക്കകത്ത് ഇന്ന് ഒരു അജണ്ട വന്നിട്ടുണ്ട്, 5ാമത്തെ അജണ്ട. ആ അജണ്ടയിൽ കാണിച്ചിട്ടുള്ളത് 83,442 രൂപ കുടിശ്ശികയുണ്ട് എന്നാണ്. 83,442 രൂപ കുടിശ്ശിക ഉണ്ട് എന്നാണ്. അത് കൊടുത്തു ചെയർപേഴ്സന്റെ വാഹനം സുഗമമായ റോട്ടിലൂടെ ഓടുന്നു. നല്ല കാര്യം, തർക്കമൊന്നുമില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഞങ്ങൾ ചോദിച്ചത്, അങ്ങനെ അഴിമതിയാണെങ്കിൽ കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ
മുൻകൂറായി എന്തിന് ഈ പണം അടച്ചു? അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിക്ക് ചെയർപേഴ്സൺ കൂട്ടുനിന്നിരിക്കുകയാണ്. രണ്ടാമത്തെ 1,89,000 നിന്നും 1,05,000 കുറഞ്ഞ് കേവലം 83,442 രൂപയിലേക്ക് ഇത് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1,05,000 കളവ് പറഞ്ഞതാണെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഴിമതിക്ക് ചുക്കാൻ പിടിച്ച PM ബഷീർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയം അജണ്ടയിൽ വന്ന സാഹചര്യത്തിലാണ് ഇന്ധന കുടിശ്ശിക വിഷയം ഉയർത്തി ബോർഡ് യോഗത്തിൽ നിന്നും ഒളിച്ചോടിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തിരിച്ചടിച്ചു. പെട്രോൾ പമ്പിൽ നിന്നും തനിക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിച്ച ബില്ലാണ് താൻ ഉയർത്തിക്കാട്ടിയത്. ഇന്ധന നിലപാടിൽ PM ബഷീറിന്റെ പങ്ക് മാറ്റി നിർത്താൻ കഴിയില്ലെന്ന ആരോപണവും നഗരസഭാ ചെയർപേഴ്സൺ മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണസമിതിയുടെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതികളും പുറത്തു കൊണ്ടുവരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ബഷീർ ഇന്ന് സഭയിൽ ഉന്നയിച്ചത് ഇന്ന് നമ്മൾ കൊടുത്ത പൈസ എന്ന് പറയുന്നത് 83,400 ചില്ലാനം രൂപയാണ്. അത്രേ ഉള്ളല്ലോ, 1,89,250 ഇല്ലല്ലോ എന്നാണ് ബഷീർ പറഞ്ഞത്. അതിന് മുമ്പ് ഞാൻ അത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു 1,89,250 പാർട്ട് ബില്ല് നേരത്തെ കൊടുത്തു. 39,000 ചില്ലാനം രൂപ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 83,000 ചില്ലാനം രൂപ കൊടുത്തതായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മീറ്റിങ്ങിലും കൊടുത്ത് അതിന് മുൻകൂർ കൊടുത്തതിൻ്റെയാണ് ഇപ്പോൾ വന്നത്. സർക്കാരിലേക്ക് ബാക്കിയുള്ളത് പാസ്സാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്താണ് 1,89,250. അത് ബഷീറിന് മനസ്സിലാവാത്തതല്ല. അവിടെ ബഷീർ ആർക്ക് വേണ്ടിയാണോ ഇത് പറഞ്ഞത്, ബഷീറും കൂടി ചേർന്നാണ് ഈ നഗരസഭയിൽ നിന്ന് ഈ ഡീസൽ എടുത്തത് എന്നാണ് കിട്ടിയതെങ്കിലും ഞങ്ങൾ ഇതുവരെ ആരെ പേര് പറഞ്ഞിട്ടില്ല. കുമ്പളങ്ങ കട്ടോന്റെ തോളത്തേക്ക് നോക്കാറില്ലേ, എന്നാ എനിക്ക് മനസ്സിലായത്. ഇത് പ്രത്യേകിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചതിന്റെ ഒരു മറുപടി എന്നോണം മുൻ ചെയർമാൻ പറഞ്ഞ കുറെ വ്യാഖ്യാനങ്ങളും രീതികളൊക്കെ ഉണ്ട്. അത് ഒരു മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ പറയാൻ മുതിരാതിരുന്നത്. ഇവിടെ വന്ന കടലാസുകൾക്ക് കൃത്യമായി നഗരസഭയുടെ അധ്യക്ഷ എന്ന രീതിയിൽ കൗൺസിൽ വെക്കുകയും കൗൺസിൽ വെച്ച് പാസ്സാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് കൗൺസിൽ വെച്ചത്. അതിൽ അദ്ദേഹത്തിന് മാത്രമേ തർക്കം തോന്നിയിട്ടുണ്ടാവുള്ളൂ. കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. 4 ബില്ലാണ് ഇപ്പൊ, 4 തരം ബില്ലുകൾ 4ആയിട്ടാണ് വന്നത്. അതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ കൂട്ടുമ്പോൾ അതാണ്. ഇനി എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ പമ്പിൽ നിന്ന് എടുത്ത പ്രിന്റ് നോക്കിയിട്ടാണ് അവിടെ വായിച്ചത്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കാണിച്ചത്. ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇത് ചർച്ച ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് സഭയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നഗരസഭയുടെ ഈ കൗൺസിൽ പാസ്സാക്കേണ്ടതുള്ളത് കൊണ്ട് ചർച്ച ചെയ്ത് തന്നെ വീണ്ടും ചെറുവിടം ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനത് വീണ്ടും വിശദീകരണത്തിന് മുതിരാതിരുന്നതും. കൗൺസിലർക്ക് ന്യായമായും കിട്ടാനുള്ള വിവരാവകാശ പ്രകാരം അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ സംതൃപ്തി ആണ്. തീർച്ചയായിട്ടും ഒന്നല്ല, പലത് ഞങ്ങൾക്ക് പറയാനുണ്ട്. പലതും ഞങ്ങൾ കണ്ടുകൊണ്ടും കേട്ടോണ്ടിരിക്കുകയാണ്. അതൊക്കെ കുത്തിത്തോണ്ടി എടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കാരണം ഇത് പക്ഷെ അത് യഥാസമയം പറയേണ്ടത് പറയാതിരുന്നാൽ ഞങ്ങൾ വിചാരിക്കുക അതിന്റെ കണ്ടിന്യൂഷൻ ഞങ്ങളെ ഭാഗത്തുണ്ട് എന്നാണ്. അപ്പൊ ചിലത് പറയേണ്ടി വരികയാണ്. അതാണ് ഇതിലൊരു ത്യാഗ മനോഭാവത്തിലും നല്ല ഓട്ടോറിക്ഷ പോയത്. ഞാൻ ന്യായമായും വിചാരിക്കുന്നു, ഞാൻ ഓട്ടോറിക്ഷയിലും ബസ്സിലൊക്കെ പോയ ആൾ തന്നെയാണ്. ഞാൻ ജനിച്ച് വലിയ ഒരു പ്രഭുവിന്റെ അല്ലെങ്കിൽ സമ്പന്നരുടെ വീട്ടിലും ജനിച്ചല്ല, സാധാരണക്കാരിയാണ്. വിഷൻ നിലമ്പൂർ. Shopika Weddings, the bridal legacy.